കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ചേട്ടാ ചേട്ടോ ഇതോന്നടാ വിളിച്ച് കൂവണേ. ഒന്ന് വന്നേ. ഇതേടാ തോട്ടിയൊക്കെ ആയിട്ട് മാങ്ങേ കോട്ടക്കൂടെ മാങ്ങയടാ. കോട്ടക്കൂടെ മാങ്ങുന്നല്ല, നീലം മാങ്ങ. അല്ലല്ല. ഞാനേ ഒരു സഹോദര സഹായമായിട്ട് വന്നതാ. സഹോദര സഹായം? ആ ചേട്ടൻ ഭയങ്കര മൃഗസ്നേഹല്ലേ? ചേട്ടൻ ഒരു പാമ്പിനെ ചികിത്സിക്കാൻ പറ്റുമോ? പാമ്പ് അതിന്റെ അകത്ത്? പാമ്പ് ബബിതേന്ന് പേരുള്ള ഒരു പാവ രാജവമ്പാല ചേട്ടന് മാത്രമേ ഇനി തിരിച്ചിന് ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റൂ. രാജവമ്പാലടാ? ആ രാജവമ്പാല. നീ തന്നെ എവിടെ പിടിച്ച കെണി വെച്ച് പിടിച്ചോ നീ? പിന്നെ കെണി വെച്ച് വിളിക്കാനാണെങ്കിൽ എനിക്ക് വേറെ വലിയ പൈസ ഇടുന്ന മൃഗങ്ങളെ പിടിച്ചാ പോരെ. ഇത് ഞാൻ ജീവൻ തൃണവൽക്കരിച്ച് പിടിച്ചാണ്. എവിടെ നിന്ന് കിട്ടിയെന്ന് പറയാടാ. എന്റെ ചേട്ടാ, എന്റെ കൂട്ടുകാരൻ ഗോകുലില്ലേ, അവന്റെ വീടിനടുത്ത് തെലുങ്കിന് ഒരു നാഗരാജ് എന്ന് പറഞ്ഞൊരു പാമ്പാട്ടിയുണ്ട്. പുള്ളിയുടെ പാമ്പാ. 2 ദിവസം വെല്ലം കഴിച്ചിട്ട് ചേട്ടൻ ഒന്ന് സഹായിക്കണം. അനങ്ങയൊക്കെ ചെയ്യും. അത് 2 ദിവസം വെല്ലം കഴിച്ചിട്ടുണ്ട്. നാഗരാജന്റെ ഏറ്റവും വലിയ പെറ്റാണ് ബബിത. ഇതിന് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടു. നാഗരാജു ഇവിടെ ഷിമോഗയിൽ പോയിരിക്കുന്നു പുതിയ പാമ്പിനെ പിടിക്കാൻ വേണ്ടിട്ട്. അത് ഇതിന് ചികിത്സിച്ച് ഭേദമാക്കി കഴിഞ്ഞാൽ പുള്ളി 2000 തരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. 3000 എത്ര കിട്ടുമെന്ന് പറ, എത്ര തരുമെന്ന് പറ. 4 പറയടാ, എത്ര തരുമെന്ന് പറ. 5000 അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ചേട്ടൻ നിന്ന് എന്തായാലും ഇവിടെ മൃഗാശുപത്രി കുറച്ച് മരുന്നിരിപ്പില്ല. നീ എടുത്തോണ്ട് പോയ പിള്ളേരൊക്കെ ഉള്ള വീടാണ്. നീ പോടാ. ചേട്ടാ, ഈ ചാക്കിനകത്തിട്ട് ചികിത്സ എടുത്തോണ്ട് വന്ന വീട്ടിന്റെ അകത്തടാ. അല്ല, ഇതിനകത്തിട്ട് ചികിത്സിച്ചാൽ മതി. മരുന്ന് ഇതിനകത്ത് വെച്ച് കൊടുത്താൽ മതി. ഏതിന്റെ അകത്ത്? ഈ ചാക്ക് തുറന്നിട്ട് അതിനകത്ത് വെച്ച് മരുന്ന് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിനക്ക് എത്ര എനിക്ക് എത്ര? എനിക്ക് എത്ര? ഇങ്ങോട്ട് അടിച്ചാ ഇതായി പോവും, ചത്തുപോ അത്. അയ്യോ, ചേട്ടന് 2000, എനിക്ക് 3000. എനിക്ക് 2, എനിക്ക് 3. ആ, നിനക്ക് 3. ആ, അങ്ങനെയാണെങ്കിൽ പാമ്പിന് നീ മരുന്ന് കൊടുക്കാൻ പറ്റുമോ? പാമ്പിന് മരുന്ന് കൊടുക്കാൻ എനിക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ട് കൊടുത്താൽ പോരെ? ചേട്ടനടുത്ത് കൊണ്ടുവരാൻ. എനിക്ക് എത്ര, നിനക്ക് എത്ര പറ? 3, എനിക്ക് 2. ആർക്ക് 3? ചേട്ടന് 3000, എനിക്ക് 2000. ആ, നീ തുറ കെട്ടേ. ഞാൻ ബബിത കാണട്ടെന്ന്. ചേട്ടൻ തുറ. ചേട്ടൻ തുറ. നീ തുറയടാ അങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര, ചേട്ടൻ എത്ര? ഏതിന് തുറക്കുന്നേക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ തുറന്നോളാം. നീ തുറക്കണ്ട. നീ കൊണ്ട് മാറിയില്ല. നീ അവിടെ കമ്പി കോലിന്ന് കയറാ. ചാടി വരെ കൊത്തിയാലോ? ഞാൻ ആര് കൊത്തും? പാമ്പ്. നീ മാറങ്ങോട്ട്. നീ അവിടെ ഇട്, കമ്പ് അവിടെ ഇട്. എന്നിട്ട് അങ്ങോട്ട് ദൂരെ മാറിപ്പോ. കൈയിടാ. ഞാൻ തുറക്കട്ടെ. ഞാൻ തുറക്കാം. എന്തുവാ എന്തൊക്കെ കിടന്ന് വിളിക്കുന്നേ? എന്റെ അമ്മ, പാമ്പ് എവിടെ? സ്വപ്നത്തില്. എന്റെ അമ്മോ, എന്റെ പൊന്നി, വലിയൊരു പാമ്പടി, 10 തലയടി. അയ്യോ, സ്വപ്നല്ലേ? ആ, നീ ഒന്ന് കേക്കണം. ഇത് ഇങ്ങനെ വരുവാ എന്നെ കൊത്താൻ വേണ്ടിട്ട്. നീ എപ്പോഴാ സ്വപ്നം കണ്ടേ? എടാ, ഈ രാവിലെ കണ്ട സ്വപ്നം ഫലിക്കുമായിരിക്കോ? രാവിലെ കണ്ട സ്വപ്നം ഫലിക്കും. ഇതിപ്പോ ഉച്ചയാവാറായില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഉച്ചയാറായി? ഉറങ്ങിയോ? സമയം പോയത് അറിഞ്ഞില്ല. നീ എന്താ കണ്ടേ? പാമ്പ് എന്താ ചെയ്തേ? ആ, എന്റെ സുമേ, ഒരു ചാക്ക് ഇങ്ങനെ തുറന്ന് പാമ്പ് ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് എന്നെ കൊത്താൻ വന്നടാ. അതെ, ഒരു ചാക്ക് അവിടെ, ഒരു ചാക്ക് തുറന്നു വെച്ചിട്ട് ഞാൻ പോയി നോക്കാം. പറഞ്ഞിട്ട് പോടാ. എടി, അത് പിന്നെ ഞാനൊരു പാമ്പിനെ കൊണ്ടുവന്ന് ഇവിടെ. പാമ്പെന്ന് വെച്ചാല് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു വയ്യാത്ത പാമ്പാ അത്. എന്തിനാ നീ പാമ്പിനെ കൊണ്ടുവന്നേ? ചേട്ടൻ, എങ്ങോട്ട് പോവാ? ഞാനിപ്പോ ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞിട്ട് പോയിട്ട് വരാം. പാമ്പിനെ ഞാൻ കൊണ്ടുവന്നായിരുന്നു. എന്റെ പൊന്നു സുമേ, എന്തിന്? ഞാനത് നോക്കിട്ട് ഇപ്പൊ വരാന്ന്. എടി, അതായത് അതങ്ങനെ ഉപദ്രവിക്കുന്ന പാമ്പ്, ഒരു വയ്യാത്ത പാമ്പ്. ഞാൻ നോക്കിട്ട് വരാം. കാര്യം പറഞ്ഞിട്ട് പോക്കോ. എടി, അത് ഞാൻ ചേട്ടനെ കൊണ്ട് ചികിത്സിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നാ പാമ്പിനെ. പാമ്പിനെ കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ, രാവിലെ കണ്ട സ്വപ്നം വലിക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പാമ്പങ്ങാണ് എന്നെ കൊത്താൻ വന്ന പറയടി പല്ലി കൊണ്ട് കളയാൻ വേണ്ടിട്ട്. അതങ്ങനെ ആരെ കൊത്തൊന്നുമില്ല, അത് വയ്യാത്ത പാമ്പാന്ന് ഞാൻ പറഞ്ഞിട്ട് ഉറക്കം. എന്ത് കുന്താണേലും എനിക്ക് ഒരു കാര്യം കേൾക്കണ്ട. നീയും ചേട്ടനും കൂടെ അതിനെ ഏതെങ്കിലും പറമ്പിൽ കൊണ്ട് കളഞ്ഞിട്ട് വന്നാൽ മതി. ഈ വീട്ടിൽ കണ്ടു പോയരുത്. അത് കൊണ്ട് കള ചിറ്റപ്പ, എനിക്ക് തന്നെ പേടിയാവുന്നു. പാമ്പ്. ബബിതയ്ക്ക് ഇറങ്ങി പോടാ. ഇറങ്ങി പോയോ? ഓ, എന്റെ ദൈവം, ആ നാഗരാജൻ എന്നെ ഒന്ന് കൊല്ലുമല്ലോ ഏട്ടാന്ന്.
നീ ഒരു കാര്യം ചെയ്യും പാമ്പിന്റെ വിഷം കിട്ടി അയാളുടെ കൂടെ കളിക്കാൻ പോ. ചേട്ടാ ഇത് കളിക്കേണ്ട സമയമല്ല, അത് വിഷമുള്ളതിനാണ് വിഷം. എടേ നീ പാമ്പിന്റെ വിഷത്തിനെ കുറിച്ച് എന്റെ അടുത്ത് പറയുന്നത് വേണ്ട കേട്ടാ. എടാ പിള്ളേരുള്ള വീടല്ലാണ്ട് എന്തിനാ കൊണ്ടുവന്നേ? ഞാൻ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ. ഇയാൾ നോക്കണം അങ്ങോട്ടെങ്കിലും പോയി നോക്ക്. എനിക്ക് പേടിയാ ചേട്ടനോടാ. എടാ പോയി നോക്കണം അങ്ങോട്ട്. കൊത്തു അത് ചേട്ടനും വാ. എടാ അവിടെ പോയി നോക്കടാ, അതിന്റെ അകത്തെങ്ങനെ ഉണ്ടോന്ന് ഞാൻ പോയി നോക്കട്ടെ. ഈ ഭാഗത്തോട്ട് പോയി കാണൂ. നീ പോയി നോക്ക എവിടെ ഇരുന്ന്. ബബി 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 എന്ന് വിളിക്കുമ്പോ വിളിയാക്കാൻ വേണ്ടി പോയി നോക്കടാ അങ്ങോട്ടെ. ബബി ബബിതേ മക്കളെ വാടി, നിന്റെ ഭർത്താവ് ബബിറ്റോ കാണിച്ചു തരാം. ചേട്ടാ പോയി നോക്കടാ അങ്ങോട്ട്. നല്ലൊരു മരമായിരുന്നു, മൊത്തം ഉണങ്ങിക്കരിഞ്ഞു പോയി. ഇനി പറയുന്നേ കൊള്ളത്തുള്ളൂ. അച്ഛാ ആ ബബിതേ കണ്ടോ? ബബിത അതാരടാ? അച്ഛാ അതൊരു പാമ്പാണ്. ബബിത എന്ന് പേരുള്ള പാമ്പാ? ആ. പണ്ടൊക്കെ ഈ ചേര അണലി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അച്ഛാ ഇതൊരു രാജവെമ്പാലയാ, രാജവെമ്പാല. ചേട്ടന്റെ ചികിത്സിക്കാൻ കൊണ്ടുവന്നപ്പോഴേ ചേട്ടനെ കണ്ണീട്ടിപ്പോ എഴിഞ്ഞു പോയി. ചിലപ്പോ ഈ പറമ്പിലെങ്ങനെ കാണും. എന്തുടെ മനുഷ്യനെ പണിയെടുക്കാൻ സമ്മതിക്കില്ലേ? അച്ഛൻ പണിയെടുക്കാൻ സമ്മതിക്കൂലേ? അച്ഛനെ പേടിക്കുന്നതിനാ അച്ഛാ? പേടി എനിക്കെന്തിനു പേടി? ഞാനേ റിട്ടയർഡ് എയർ മാസ്റ്ററാണ് കേട്ടാ. ഈ എയർ മാസ്റ്റർമാർക്ക് ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാ പിന്നെ ബബിതേക്ക് പിടിച്ചോ. ഇതെന്തിന്? അല്ല ബബിത പിടിയച്ചാ. അയ്യോ പക്ഷെ എനിക്ക് ബബിതെ പരിചയമില്ലല്ലോ. ഞാൻ ബബിത ഇതുവരെ കണ്ടിട്ട് പോലില്ല. പിന്നെ ഞാൻ എങ്ങനെയാ ബബിതെ പിടിക്കുന്നത്? ഇത് അറിയേണ്ട കാര്യമൊന്നുമില്ല. ബബിത 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പൊ അത് എഴിഞ്ഞു പോവാൻ വലിയ ചാൻസ് കുറവാണ്. ചിലപ്പോ അച്ഛനെ കാണുമ്പോഴേ ഇങ്ങനെ നീണ്ട് നെഞ്ച് വിരിച്ചിട്ട് ഇങ്ങനെ പത്തി വെച്ചിട്ടേ ഇങ്ങനെ കാണിക്കും. ഇപ്പോഴും അച്ഛൻ പേടിക്കരുത്. എന്നിട്ട് അച്ഛൻ സൂക്ഷിച്ച് നോക്കണം. ബബിതയുടെ ചുണ്ടിന്റെ താഴെ ഒരു കറുത്ത മറവുണ്ട്. എനിക്ക് ഒന്നും നോക്കണ്ട, ബബിതനെ അപ്പോഴേ പിടിച്ചു. ആരാ പാമ്പിനെ ഇവിടെ കൊണ്ടുവന്നത്? കൊണ്ടുവന്നത് ഞാൻ തന്നെ. പക്ഷെ ചേട്ടൻ്റെ മിസ്സായത് ആണല്ലോ. അപ്പൊ കൊണ്ടുവന്നൊരു മിസ്സാക്കിയവർ അതൻ കണ്ടുപിടിച്ചാൽ ചേട്ടാ. എനിക്ക് വരെ പണിയുണ്ട്. ഞാൻ ഒരു ചായ കുടിച്ചിട്ട് പോട്ട്. വീട്ടിനകത്ത് ചിലപ്പോ ബബിത കാണും. പക്ഷെ ഇങ്ങോട്ടവിടെ പോന്ന്? ഞാൻ മുൻവശത്ത് വന്നു. മുൻവശത്തും ബബിത കാണും. മുൻവശത്തും ചിലപ്പോ ബബിത കാണും. ഒരിടത്ത് നീ പണിയെടുക്കാൻ സംഭവിക്കില്ലേ? എനിക്കറിയത്തില്ല. ബബിത എവിടെയും കാണും. ചിലപ്പോൾ പെട്ടിക്കകത്താണ്, അച്ഛൻ്റെ അലമാരിക്കകത്ത് കാണാം. അയ്യോ നോക്കിയൊക്കെ പൊക്കോ. ഓടാ അവിടുന്ന്. ബബിതേ ബബു ബബു കിച്ചൺ ഇങ്ങോട്ടേക്കാക്കിയോ? അല്ലാതെ ഇപ്പൊ എന്തോ ചെയ്യാനാ? നിന്റെ അച്ഛനും ചിറ്റപ്പനും കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് പാമ്പ് ഇപ്പൊ ഇഴഞ്ഞു വീടിന്റെ അകത്ത് കയറി. ഇനി അതിനെ പിടിക്കാതെ പറ്റുമോ? വീടിന്റെ അകത്ത് കയറിയോ? ആ ദൈവമേ, അപ്പച്ചി ഇനി അതിനെ നോക്കിട്ട് കാര്യമില്ലട്ടാ, കിട്ടത്തില്ല. അതെന്താ? പിന്നെ അല്ലാണ്ട് ഈ വീട്ടിൽ എത്ര റൂം ഉണ്ടെന്നാ? എന്തൊക്കെയായാലും ശരി, ഈ പാമ്പിനെ ഈ വീട്ടിനകത്ത് ഓടിച്ചോ. എനിക്ക് ഈ പാമ്പുള്ള വീട്ടിൽ താമസിക്കാൻ. പിന്നെ ഞങ്ങൾക്കൊക്കെ അങ്ങ് ഇഷ്ടമാ പാമ്പുള്ള വീട്ടിൽ കയറി താമസിക്കാൻ വേണ്ടിട്ട്. അയ്യോ ശംഭു കണ്ണനൊക്കെ ഇത് അറിയോ എന്തോ? അവരകത്താ. ഇനി പോയി വിളിച്ചോണ്ട് പാടി എന്റെ കൊച്ചിനെ. അയ്യോ കണ്ണാ, ശംഭുവേ. എന്തൊരു ദുരന്തമാണോ ദൈവമേ ഈ ചേട്ടന്റെ സുമേന്റെയും കാര്യം. എനിക്കാണ് ഉറക്കവും വരുന്നു, പാമ്പിനെ കണ്ട് പേടിക്കുകയും ചെയ്തു, വിശക്കുകയും ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട്. എന്താ? ഞാൻ അപ്പച്ചക്ക് പകലെടുത്ത് തുറക്കാൻ പറ്റൂലല്ലോ. ആടി നിനക്ക് സമാധാനം ഉണ്ടാവും. ഈ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും എന്റെ നെഞ്ചത്ത് പൊങ്കാല ഇടുമ്പോ എന്തൊരു സമാധാനാ. നോക്ക്, നിന്റെ അച്ഛമ്മ എന്തിയേ? ആ. നിന്റെ അമ്മ എന്തിയേ? ആ. ഇപ്പൊ അറിയാതെ പണിയെടുക്കണം ഞാൻ. എനിക്ക് വിശക്കുന്നെന്ന്. എനിക്ക് വിളിക്കുന്നുണ്ടോ അപ്പച്ചി? ഞാൻ എന്തോ ചെയ്യൂ? നിനക്ക് വിശക്കുന്നുണ്ട്? ഇന്ന് എന്റെ മോള് വാ, അപ്പച്ചി ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ. അടുക്കളയിലില്ലേ ആ ഷെൽഫിന്റെ അവിടെ ഒരു ഡപ്പ ഇരിപ്പുണ്ട്. അതിന്റെ അകത്ത് നല്ല മുട്ട പപ്സും നല്ല ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്. പോയി എടുത്തിട്ടാ. അതെ, പിന്നെ കൈയിടുമ്പോ സൂക്ഷിക്കണം കേട്ടോ. ചിലപ്പോ അവൾ ഇരിപ്പുണ്ടാവും. ഒരു അവളോ വന്നേക്കുന്നു. അവളോ? ബബിത പാമ്പ്. എന്ത് പോന്നില്ലേ? കൊറേ കഴിഞ്ഞ് നമുക്ക് കൊറേ വിശക്കും, അപ്പൊ കഴിക്കാം. ആണല്ലേ?